Okay, let's start today's class. എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ നമ്മള് റൗണ്ടിങ് ഓഫ് അല്ലേ റൗണ്ടിങ് ഓഫ് അല്ലേ പറഞ്ഞേ അതില് രണ്ടെണ്ണം ഹോംവർക്ക് കണ്ടിട്ടുണ്ട് എക്സസൈസ് 1.5 B and C. That was your homework, right? Okay. Then can you do the next question as your homework? Rounding off the following numbers to nearest 10,000, nearest to 1 lakh. ചെയ്യാൻ പറ്റുമോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്ക്. തെറ്റാണെങ്കിൽ മിസ് അപ്പൊ തന്നെ കറക്റ്റ് ചെയ്ത് തരാം. നമ്മൾ 1000-ന്റെയും 100-ന്റെയും ചെയ്തതുപോലെ തന്നെയാണ് നിയറസ്റ്റ് 10,000-ഉം നിയറസ്റ്റ് 1 lakh-ഉം. ഓക്കെ, സോറി ട്ടോ. ഏഞ്ചലിന് എന്താ പറയാനുള്ള? ചെയ്യാൻ പറ്റില്ലതാ? ചെയ്യാൻ പറ്റില്ല എന്നല്ല, ഒന്നും കൂടെ അത് കാണിച്ചു തരുമോ? ഏത് കാണിച്ചു തരണ്ടേ? ഇപ്പൊ മിസ് അറിഞ്ഞില്ലേ നിയറസ്റ്റ് അത് നമ്മൾ ചെയ്തില്ല മോളെ. നിയറസ്റ്റ് 100-ഉം നിയറസ്റ്റ് 1000-ഉം നമ്മൾ ചെയ്തില്ലേ, ക്ലാസ്സിന് ചെയ്തില്ലേ? അതേപോലെ തന്നെയാണ് നിയറസ്റ്റ് 10,000-ഉം നിയറസ്റ്റ് 1 lakh-ഉം ചെയ്യേണ്ടത്. അത് നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. സായി കൃഷ്ണക്ക് എന്താ പറയാനുണ്ടല്ലോ ഇവിടെ? എന്താ മിസ്സിന്റെ പേഴ്സണൽ നമ്പറിലേക്ക് അയക്കണ്ടേ? എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഗ്രൂപ്പിൽ ഇടുന്നുണ്ടെങ്കിൽ 9 മണിക്ക് മുന്നേ തന്നെ ഹോംവർക്ക് എന്തായാലും പോസ്റ്റ് ചെയ്യണം. അല്ലാതെ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രം പേഴ്സണലായിട്ട് അയച്ചു തരാം, ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ, അപ്പോ അത് രണ്ടും നിങ്ങളൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്ക് കേട്ടോ. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, ഗ്രൂപ്പിൽ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, നമ്മളല്ലേ കാണുള്ളൂ. തെറ്റിയാലും മിസ് കറക്റ്റ് ചെയ്ത് തരാം. നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻസ് കണ്ടോ? സോൾവ് ദീസ് വേർഡ് പ്രോബ്ലംസ്. ഹോംവർക്ക് എന്ന ക്വസ്റ്റ്യന് തൊട്ട് താഴെയില്ലേ? എഡ്വിൻ എന്താ ഡൗട്ട്? മിസ് പറഞ്ഞത് ആ ഡിയും ഇയും ആണോ? ആ, ഡിയും ഇയും. അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ആ, നോട്ടിൽ തന്നെ ചെയ്യണേ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ? എഫ് ക്വസ്റ്റ്യൻ കണ്ടോ? സോൾവ് ദീസ് വേർഡ് പ്രോബ്ലംസ്. അതൊന്ന് ചെയ്ത് നോക്കാം നമുക്ക്. ഇപ്പൊ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. മിസ് പറഞ്ഞുതരാം ചെയ്യാൻ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് എടുത്തോ? നോട്ടില് ക്വസ്റ്റ്യൻ എഴുതണ്ട. ക്വസ്റ്റ്യൻ പിന്നെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ എഴുതാനുള്ള പ്ലേസ് അവിടെ ഒഴിച്ചുവിടാം. ഓക്കെ, ഇനി ടെക്സ്റ്റിനകത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ. The cost of constructing a building is 9 crore 62,37,676. What will be the cost if it is rounded off to the nearest crore? എന്താ എഡ്വിൻ? മിസ് 8 crore. 8 crore, sorry, 8 crore. താങ്ക് യു. അപ്പൊ എന്താ, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനുള്ളതിന്റെ കോസ്റ്റ് എത്രയാന്ന് തന്നിട്ടുണ്ട്? എത്രയാന്ന് തന്നിട്ടുണ്ട്? 8 crore 62,37,676. ഓക്കെ, അപ്പൊ എന്താ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് വിൽ ബി ദ കോസ്റ്റ് ഇഫ് ഇറ്റ് ഈസ് റൗണ്ടഡ് ഓഫ് ടു ദി നിയറസ്റ്റ് ക്രോർ? തന്നിട്ടുള്ള കോസ്റ്റ് നിയറസ്റ്റ് ക്രോറിലേക്ക് നമ്മൾ റൗണ്ട് ചെയ്താൽ എത്രയായിരിക്കും കോസ്റ്റ് വരുന്നത്? ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ. തന്നിട്ടുള്ള നമ്പറിനെ നിയറസ്റ്റ് ക്രോറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. നിയറസ്റ്റ് ക്രോറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാന്ന് വെച്ചാല് നമ്മൾ തൊട്ടടുത്തുള്ള ഡിജിറ്റ് നോക്കുക. നിയറസ്റ്റ് ക്രോറിന്റെ തൊട്ടടുത്തുള്ള ഡിജിറ്റ് ഏതാ? 10 lakh. 10 lakhന്റെ പ്ലേസിൽ ഏതാ അവിടെ ഡിജിറ്റ് വരുന്നത്? 6 അല്ലേ? 6 ആണ് 10 lakhന്റെ പ്ലേസിൽ വരുന്ന ഡിജിറ്റ്. 6 is greater than 5. 5-നേക്കാളും വലുതല്ലേ 6?
അപ്പൊ 5-നേക്കാളും വലിയ 5 അതിൽ വലിയ ഡിജിറ്റോ വരുന്നുണ്ടെങ്കിൽ നമ്മൾ റൗണ്ട് അപ്പ് അല്ലേ ചെയ്യുന്നേ അല്ലേ? അപ്പൊ നമ്മള് ഈ 8 crore തൊട്ടടുത്തുള്ള ക്രോറിനേക്ക് നമ്മൾ ഏതിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും? 9 crore റൗണ്ട് ഓഫ് ചെയ്യും. തൊട്ട് മുകളിലുള്ള ക്രോർ ഏതാ വരുന്നത്? 9 crore അല്ലേ? 10 lakhന്റെ പ്ലേസിൽ 6 വരുന്നതുകൊണ്ട് നമ്മൾ റൗണ്ട് അപ്പ് ചെയ്യും. സോ the answer is the cost is rounded up to 9 lakh. നിങ്ങളുടെ നോട്ടിനകത്ത് ക്വസ്റ്റ്യൻ എഴുതാനുള്ള പ്ലേസ് വിട്ടിട്ട് ആൻസർ എഴുതിക്കോ. The cost is rounded up to 9 lakh. റുവൈസിന് എന്താ പ്രോബ്ലം? റുവൈസ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. മനസ്സിലാവുന്നില്ല. റുവൈസ് മോനെ ഒന്നും കേൾക്കുന്നില്ല മിസ്സിന്. അവിടെ റേഞ്ചിന്റെ പ്രശ്നമുണ്ടോ? മോ പറയുന്നൊന്നും കേൾക്കുന്നില്ലല്ലോ. എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. മോനെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഓഡിയോ കേട്ടാ മതി കേട്ടോ. മോ പറയുന്നൊന്നും ഇവിടെ കേൾക്കുന്നില്ല. അവിടെ റേഞ്ചിന്റെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എന്താ എഡ്വിൻ? മിസ്സേ, മുഹമ്മദ് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന്. എഡ്വിൻ കേൾക്കുന്നില്ലല്ലോ. മിസ്സേ, എഡ്വിൻ പറയുന്നത് കേൾക്കുന്നില്ല. മിസ്സേ വിളിക്കുന്നത് വായോണ്ട് കാണുന്നുണ്ട്, പക്ഷെ കേൾക്കുന്നില്ല. ഒരു മിനിറ്റ്, മുഹമ്മദിന് എന്താ ഡൗട്ട്? മിസ് പറഞ്ഞ എനിക്ക് മനസ്സിലായിട്ടില്ല. ആര് പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. വെയിറ്റ്, മിസ്സിന്റെ അടുത്ത കുഴപ്പമാണ്. ഇപ്പൊ ഏതായിരുന്നു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തേ? പേജ് നമ്പർ 81-ല് വെയിറ്റ്. ഓക്കെ, നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു പറഞ്ഞേ? The cost of constructing a building is 62,37,676 അല്ലേ? ഇതിന് എന്ത് ചെയ്യണം? What will be the cost if it is rounded off to the nearest crore? Nearest crore-ലേക്ക് റൗണ്ട് ചെയ്താൽ എത്രയായിരിക്കും കോസ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. നിയറസ്റ്റ് ക്രോറിലേക്ക് റൗണ്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ഡിജിറ്റ് ടെസ്റ്റ് ചെയ്യണം? ഏത് ഡിജിറ്റാണ് നമ്മൾ നോക്കണ്ടേ? 10 lakhന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് ഏതാന്ന് നോക്കാം. ക്രോറിന്റെ തൊട്ടടുത്തുള്ള ഡിജിറ്റ് 10 lakhന്റെ ഡിജിറ്റ് ഏതാ? ഡിജിറ്റ് 10 lakhന്റെ പ്ലേസിൽ 6 അല്ലേ? അപ്പൊ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് 5, 6, 7, 8, 9 5 ഡിജിറ്റ്സ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഏതിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും? തൊട്ട് മുകളിലുള്ള നമ്പറിലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യും അല്ലേ? അപ്പൊ ഇവിടെ 6 ആ വരുന്നത്. സോ വി ഹാവ് ടു റൗണ്ട് അപ്പ്. ഗ്രേറ്റർ നമ്പറിലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ റൗണ്ട് അപ്പ്. സോ ദിസ് നമ്പർ ഈസ് റൗണ്ടഡ് അപ്പ് ടു 9 lakh. ഓക്കെ, അപ്പൊ എല്ലാവരും ആൻസർ എഴുതിയോ നോട്ടിനകത്ത്? നോ. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ ബുക്ക്. ക്വസ്റ്റ്യൻ നിങ്ങൾ പിന്നെ നോക്കി എഴുതിയാൽ മതി. ആൻസർ എന്താ എഴുതേണ്ടതെന്ന് മിസ് പറഞ്ഞുതരാം. ഓക്കെ, റൈറ്റ് ഡൗൺ ദിസ് ആൻസർ. $8 crore 62 lakh 37,676 is rounded up to 9 crore. ഇത് ആൻസർ ആയിട്ട് എല്ലാവരും എഴുതി വെച്ചേ. ക്വസ്റ്റ്യൻ നിങ്ങള് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ എഴുതേണ്ട പ്ലേസ് അവിടെ ഒഴിച്ചു വിടാം. എന്നിട്ട് ഈ ആൻസർ എഴുതാം. 8,62,37,676 is
rounded up to 9 crore. Okay, then what is the next question? The second question of F. The electrification of a city will cost rupees 9 crore 56 lakh 34,831. What will be the cost if it is rounded off to the nearest lakh? Nearest lakh like round off cheyanana question. Etra amount? 9 crore 56 lakh 34,831. Question ഏതാണുള്ള പ്ലേസ് അവിടെ ഒഴിച്ചു കിട്ടോ? ആൻസർ മിസ് പറഞ്ഞുതരാം. നമ്മൾ ലാക്കിലേക്ക് നിയറസ്റ്റ് ലാക്കിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ഏത് പ്ലേസിലുള്ള ഡിജിറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യണ്ടേ? 10,000 അല്ലേ? ലാക്ക് കഴിഞ്ഞിട്ട് വരുന്നത് 10,000. അപ്പൊ ഇവിടെ 10,000 പ്ലേസിൽ ഏതാ ഡിജിറ്റ് വരുന്നത്? ഒന്ന് നോക്കിയേ. 10,000 പ്ലേസിൽ 10,000 ജോസി 10,000. ഒന്നുകൂടി നോക്കിയേ, ഏതാ വരുന്നത്? 10,000 പ്ലേസിൽ 1 പ്ലേസിൽ 1, 10 പ്ലേസിൽ 3, 100 പ്ലേസിൽ 8, 1000 പ്ലേസിൽ 4, 10,000 പ്ലേസിൽ 3. Is it 3 അല്ലേ? 10,000 പ്ലേസിൽ 3 അല്ലേ? ഓക്കെ. അപ്പോ 5 ചെറിയ നമ്പർ ആണല്ലേ? 3 is less than 5. So we have to round it down. We have to round down to nearest lakh. അല്ലേ? എന്താ ഹന്നക്ക് മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ റൗണ്ട് ഡൗൺ ചെയ്യുമ്പോ ഏതായിരിക്കും? 9 crore 56 ലാക്കിന്റെയും 9 crore 57 ലാക്കിന്റെയും ഇടയിലുള്ള ഈ നമ്പർ വരുന്നത്. ഇപ്പൊ റൗണ്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് we have to round it down to 9 crore 56 crore. Sorry, 56 lakh. അല്ലേ? 10,000 പ്ലേസിൽ 3 അല്ലേ വരുന്നേ? 5 ചെറിയ നമ്പർ. 3 is always less than 5. So we have to round down to 9 crore 56 lakh. അപ്പൊ എന്താ ആൻസർ എഴുതണ്ടേ? ക്വസ്റ്റ്യൻ എഴുതാനുള്ള പ്ലേസ് അവിടെ ഒഴിച്ചു വിടാ. എന്നിട്ട് സെക്കൻഡ് വണ്ണിന്റെ ആൻസർ എഴുതാ. 9 crore 56 lakh 34,831 is rounded down to 9 crore 56 lakh. Nine crore 56 lakh 34,831 is rounded down to 9 crore 56 lakh. എഴുതിയില്ലേ? ഓക്കെ. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ എഴുതാൻ മറന്നു പോവരുതേ. അപ്പൊ റൗണ്ടിങ് ഓഫിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിന് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. മിസ് ക്ലിയർ ചെയ്ത് തരാട്ടോ. ഇനിയിപ്പൊ അതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ടൈം കളയണ്ട. നമുക്ക് we have to move to the last topic of first chapter, Roman numerals. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക് ആണ് റോമൻ ന്യൂമറൽസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ റോമൻ ന്യൂമറൽസ്? Did you study that? Yes. In 4th standard,
You studied Roman numerals in details. Edwin പഠിച്ചില്ലേ? No. ആരൊക്കെയാ പഠിക്കാത്തെ? Roman numerals പഠിക്കാത്ത ആരൊക്കെയാ? ഒന്ന് എഡ്വിൻ, ലക്ഷ്മിപ്രിയ, സായി കൃഷ്ണ, റിഹാൻ പഠിച്ചോ? റിഹാൻ അറിയോ റോമൻ ന്യൂമറൽസ്? ഓക്കെ. ഷഹബാസ് പഠിച്ചില്ലേ? റുബൈസ് എന്താ റുബൈസ്? റോമൻ നമ്പേഴ്സ് അറിയാം. പഠിക്കാത്തവര് കൈവന്നിക്കാനാ മിസ് പറഞ്ഞ. റോമൻ ന്യൂമറൽസ് പഠിക്കാത്ത ഒന്ന് സായി കൃഷ്ണ, ലക്ഷ്മിപ്രിയ, പിന്നെ എഡ്വിൻ, വേറെ ആരാ? ബാക്കി എല്ലാരും പഠിച്ചതായിരിക്കും അല്ലേ? മമ്മദ് പഠിച്ചില്ലേ? യെസ്. അപ്പൊ നമ്മൾ റോമൻ ന്യൂമറൽസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ഇല്ലേ? 0, 1, 2, 3, 4, 5, 6 ആ നമ്പേഴ്സ് ഇല്ലേ? That numbers are called Hindu-Arabic numerals. That is Hindu-Arabic numerals. അതായത് വേൾഡ് വൈഡ് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ന്യൂമറൽസ് ആണ് അത്. എവിടെ പോയാലും 1, 2, 3, 4 അങ്ങനെ തന്നെയല്ലേ എഴുതുന്നത്. അതിന് വ്യത്യാസമൊന്നുമില്ലല്ലോ. എബ്രോഡിൽ എവിടെയാണെങ്കിലും there is no change in writing 1, 2, 3, 4, 5, 6, 7, 8, 9, 10. The value will change according to the use of these numbers. നമ്മൾ ഈ നമ്പേഴ്സ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് വാല്യൂ ചേഞ്ച് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മുടെ നമ്പർ നമ്മൾ ന്യൂമറൽസ് നമ്മൾ റുപ്പീസിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ റുപ്പിയും ഡോളറും തമ്മിൽ വാല്യൂ വ്യത്യാസം ഉണ്ടാവും. ബട്ട് ദ ന്യൂമറൽസ് ആർ സെയിം അല്ലേ? വേൾഡ് വൈഡ് എവിടെ പോയാലും ന്യൂമറൽസ് സെയിം ആണ്. 0, 1, 2, 3, 4, 5, 6. That numerals are called Hindu-Arabic numerals. ഓക്കെ. അതേപോലെ നമ്മുടെ മലയാളത്തിലും നമ്പേഴ്സ് ഉണ്ട്, അറിയോ? മലയാളത്തിൽ 1, 2, 3, 4 എഴുതുന്നതിന് പ്രത്യേകമായിട്ടുള്ള സിമ്പിൾസ് ഉണ്ട്. That you know? ഓക്കെ. അത് മിസ്സിന് അറിയില്ല, അതുകൊണ്ടാണ് പറഞ്ഞുതരാത്ത കേട്ടോ. മലയാളത്തിൽ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള സിമ്പിൾസ് 1, 2, 3, 4 എന്ന് എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹിന്ദിയിലും ഉണ്ട്. 1, 2, 3, 4 എന്നുള്ളത് ഹിന്ദിയിൽ ഓരോ സിമ്പിൾസ് ഇല്ലേ? I 1, 2, 3, 4 എന്നുള്ള ന്യൂമറൽസിന് ഡിഫറെന്റ് ആയിട്ട് 1, 2, 3, 4 എന്നുള്ളതിന് ഓരോ സിമ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ റോമിലെ ആൾക്കാർ, റോം എന്ന് പറയുന്ന കൺട്രീനെ പറ്റി അറിയില്ലേ? ഒരുപാട് ആൻഷ്യന്റ് ഇതൊക്കെയുള്ള കൺട്രിയാണ് റോം. പുരാതനമായിട്ടുള്ള ഒരു രാജ്യം. ആ റോമിലുള്ള ആൾക്കാര് അവരുടേതായിട്ടുള്ള ന്യൂമറൽസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടേതായിട്ടുള്ള ന്യൂമറൽസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾസ്. അവരുടേതായിട്ടുള്ള സിമ്പിൾസ് എന്താ എഡ്വിൻ? മിസ് ഞാൻ കേട്ടിട്ടുണ്ട് 1 V X അങ്ങനെയല്ലേ? അതന്നെ. ഓക്കെ. അപ്പൊ റോമിൽക്ക് അവരുടേതായിട്ടുള്ള സിമ്പിൾസ് ഈ നമ്പേഴ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് സിമ്പിൾസ് ആർ കോൾഡ് റോമൻ ന്യൂമറൽസ്. ആ സിമ്പിൾസ് നമ്മളിപ്പോ ഹിന്ദു അറബിക് ന്യൂമറൽസ് എടുത്താല് എല്ലാ നമ്പേഴ്സും നമ്മള് 10 ഡിജിറ്റ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലെ? 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ഈ 10 ഡിജിറ്റ്സ് വെച്ചിട്ടാണ് ബാക്കി എല്ലാ നമ്പേഴ്സും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ലൈക്ക് ദാറ്റ് Romans use some symbols to create the numbers. ഏതൊക്കെയാ സിമ്പിൾസ്? ഇംഗ്ലീഷ് ആൽഫബറ്റിനകത്ത് I, V, X, L, C, D, M. These 7 letters are used to create numbers in Roman numerals. Roman numeralsile ഈ 7 ഇംഗ്ലീഷ് ആൽഫബറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്പേഴ്സ് ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പോ ഈ I എന്ന് പറയുന്ന ലെറ്റർ ഏതിനെ ഇൻഡിക്കേറ്റ് ചെയ്യും? I എന്ന് പറയുന്ന ലെറ്റർ 1. Then next comes V. V എന്ന് പറയുന്ന ലെറ്റർ 5. 5നെ നമ്മൾ പറയുന്നത് V എന്ന് പറയുന്ന ലെറ്റർ ഉണ്ട്. നെക്സ്റ്റ് X എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 10. സായി കൃഷ്ണക്ക് മനസ്സിലാവുന്നുണ്ടോ? ലക്ഷ്മിപ്രിയ? ഓക്കെ. എഡ്വിന് മനസ്സിലാവുന്നുണ്ട് അല്ലെ? ഇനി നെക്സ്റ്റ് വരുന്നത്
L എന്ന് പറയുന്ന ലെറ്റർ 50 എന്ന് പറയുന്ന നമ്പറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി 50 എന്ന് പറയുന്ന നമ്പറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് L എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് C എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ 100നെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് C എന്ന് പറയുന്ന ലെറ്റർ. നെക്സ്റ്റ് 500നെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ D എന്ന് പറയുന്ന ലെറ്റർ. പിന്നെ വരുന്നത് 1000നെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ M എന്ന് പറയുന്ന ലെറ്റർ. അപ്പോ ഈ 7 ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റോമൻ ന്യൂമറൽസിൽ ബാക്കി എല്ലാ നമ്പേഴ്സും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയും മതി. ഇന്നത്തെ ക്ലാസ് തീരാനായി. ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇപ്പൊ റോമൻ ന്യൂമറൽസ് എന്താന്ന് മനസ്സിലായല്ലോ. അതിൽ 7 ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഓരോ ലെറ്റേഴ്സും ഏതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. ആ ചാർട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ട് കേട്ടോ. അതൊന്ന് നോക്കി വെക്കണേ. പേജ് നമ്പർ 81. ആ റോമൻ ന്യൂമറൽസ് എന്ന് പറയുന്ന ഹെഡിങ്ങിന്റെ അടിയിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. റോമൻ ന്യൂമറും ഹിന്ദു അറബിക് ന്യൂമറും. അതൊന്ന് നോക്കി വെക്കുക. ഹോംവർക്ക് തന്നത് ഇന്ന് തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. Okay, that's all for today. Let's see in the next class. Bye.